ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. കസ്തൂരി സായി ചരിത്രത്തിലെ ശ്രീശുകൻ. ആട്ടവും പാട്ടും കഴിഞ്ഞ്. തുടക്കം മുതൽ സനാതന സാരഥിയുടെ പത്രാധിപറായിരുന്നു കസ്തൂരി. ശാരീരിക ക്ലേശവും പ്രായവും തടസ്സമായപ്പോൾ കസ്തൂരി ഭഗവാനോട് ആ സ്ഥാനത്തു നിന്നും മാറാനായി അനുവാദം ചോദിച്ചു. ഭഗവാൻ അരുളി, നീ ആയിരുന്നു പത്രാധിപർ, നീയാണിപ്പോൾ പത്രാധിപർ. നിന്റെ അവസാന ശ്വാസം വരെ നീ തന്നെ ആയിരിക്കും സനാതന സാരഥിയുടെ പത്രാധിപർ. നടുവേദന അനുഭവപ്പെട്ടു തുടങ്ങിയതോടെ കസ്തൂരിക്ക് ദർശനത്തിന് പോകാൻ പോലും ക്ലേശമായി തുടങ്ങി. കിടക്കയിൽ കിടന്ന് അദ്ദേഹം കണ്ണീർ വാർത്തു. ഭഗവത് വിരഹം താങ്ങാനാകാതെ അദ്ദേഹം ഭഗവാന് കത്തെഴുതി. സ്വാമി മറുപടി എഴുതി, കസ്തൂരി, എന്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുക. ഭയമേ വേണ്ട, സ്വാമി നിനക്കൊപ്പം സദാ ഉണ്ട്. ധൈര്യമായിരിക്കൂ, സ്വാമിയെക്കുറിച്ച് മാത്രം ചിന്തിക്കൂ. ശരീരം ജലകുമിള പോലെ, അതേക്കുറിച്ച് പരിഭ്രമമേ വേണ്ട. ഈശ്വര സ്മരണയിൽ സമയം ധന്യമാക്കൂ. നിന്റെ സ്വന്തം ബാബ. 1987 ഓഗസ്റ്റ്. രോഗം മൂലം അദ്ദേഹത്തെ ആശുപത്രിയിലാക്കി. സന്ദർശകരെ ആരെയും അനുവദിക്കേണ്ടെന്ന് സ്വാമി അറിയിച്ചു. ഓഗസ്റ്റ് 13 ഉച്ച കഴിഞ്ഞു. കസ്തൂരിയുടെ വയറ്റിൽ നിന്നും രക്തം പോയി. കരളിന് കുഴപ്പമുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു. രക്തം കൊടുക്കട്ടെ എന്ന് ഡോക്ടർമാർ സ്വാമിയോട് ചോദിച്ചു. സ്വാമി പറഞ്ഞു, വേണ്ട, ചെറുതായി ഗ്ലൂക്കോസ് മാത്രം നൽകുക. 14 രാവിലെ തീർത്തും ദുർബലനായി അദ്ദേഹം ശക്തമായി ശ്വാസം വലിച്ചുകൊണ്ടിരുന്നു. കണ്ണുകൾ അടഞ്ഞു. വിളിച്ചെങ്കിലും പ്രതികരിച്ചില്ല. ഡോക്ടർമാർ സ്വാമിയെ വിവരങ്ങൾ അറിയിക്കുന്നുണ്ടായിരുന്നു. സ്വാമി മന്ദിരം വരാന്തയിൽ വെച്ച് പറഞ്ഞു, ജനനത്തിന് പിറകെ മരണം ഉറപ്പാണ്. ആരും സ്ഥിരമല്ല ഈ ശരീരവും. കസ്തൂരിയുടെ ഉറച്ച വിശ്വാസത്തെ സ്വാമി അഭിനന്ദിച്ചു. എന്നെ ആദ്യം കണ്ടതു മുതൽ അവസാനം വരെ അവന്റെ വിശ്വാസം അചഞ്ചലമായിരുന്നു. വളരെയേറെ പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോയിട്ട് പോലും. യാത്രാനുമതി. നാടക റിഹേഴ്സലിന് കോളേജിൽ പോയിരുന്ന സ്വാമി പെട്ടെന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, എനിക്ക് ആശുപത്രിയിൽ പോകണം, കസ്തൂരിയെ കാണണം. ഭഗവാൻ കർശന നിർദ്ദേശം നൽകി. സ്വാമി വരുമ്പോൾ മറ്റാരും അവിടെ കാണരുത്. മുറിയിൽ കടന്നപ്പോൾ സ്വാമി വിളിച്ചു, കസ്തൂരി, കസ്തൂരി. പരമഭക്തൻ ആ വിളിക്കായി കാത്തിരിക്കുകയായിരുന്നു. അദ്ദേഹം ഉടൻ കണ്ണു തുറന്നു. കൈകൂപ്പാൻ ശ്രമിച്ചു. സ്വാമി ഇരു കൈകളിലും പിടിച്ചു. വിഭൂതി സൃഷ്ടിച്ച് അടുത്തു നിന്ന മകൾ പത്മയ്ക്ക് നൽകി. ബാക്കി വന്ന വിഭൂതി കസ്തൂരിയുടെ നെറ്റിയിലും തൊണ്ടയിലും സ്വാമി പുരട്ടി. വിഭൂതി ജലത്തിൽ ലയിപ്പിച്ച് കസ്തൂരിക്ക് കൊടുക്കാൻ മകളോട് പറഞ്ഞു. ഭഗവാൻ മെല്ലെ കസ്തൂരിയോട് മന്ത്രിച്ചു, കസ്തൂരി, നിന്റെ സ്വാമി വന്നിരിക്കുന്നു. എന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, മറ്റൊന്നും വേണ്ട. ഞാൻ സദാ നിനക്കൊപ്പം ഉണ്ട്. മുറിക്കകത്തുള്ള വാഷ് ബേസിനിൽ നിന്നും വെള്ളം തുള്ളിയായി വീഴുന്ന ശബ്ദം അവിടെ കേൾക്കാമായിരുന്നു. ഭഗവത് കൽപ്പന പ്രകാരം ടാപ്പ് മുറുക്കി അടച്ചു. സ്വാമി പറഞ്ഞു, വിട പറയുന്ന ആത്മാവിന് പരിപൂർണ നിശബ്ദത ആവശ്യമാണ്. സ്വാമി താഴേക്കിറങ്ങി ഡോക്ടർമാരോട് പറഞ്ഞു, ഇനി 1 മണിക്കൂർ മാത്രം. മക്കളും സഹപ്രവർത്തകരും മാറി മാറി തീർത്ഥം കൊടുത്തു. എല്ലാവരും ഓം ശ്രീ സായിരാം ജപിച്ചുകൊണ്ടിരുന്നു. പൾസ് പരിശോധിച്ചു കൊണ്ടിരുന്ന ഡോക്ടർ ഉടൻ പാടി തുടങ്ങി, ഗണേശ ശരണം. സമയം അപ്പോൾ 12:30. ഡോക്ടർ പറഞ്ഞു, എല്ലാം കഴിഞ്ഞു. സ്വാമിയെ വിവരം അറിയിച്ചു. ശരീരം ഓൾഡ് ട്രാവലേഴ്സ് ബംഗ്ലാവിൽ സൂക്ഷിക്കാൻ ഭഗവാൻ നിർദ്ദേശിച്ചു. ശരീരത്തിൽ വെക്കാനായി സ്വാമി കാരുണ്യാനന്ദയുടെ വശം ഭഗവാൻ ഒരു ഹാരം കൊടുത്തുവിട്ടു. ഭജന 7 മണിക്ക് നിർത്തണമെന്ന് വ്യക്തമായ നിർദ്ദേശം നൽകി. പിന്നീട് വാതിൽ പൂട്ടണം. രാവിലെ 6 മണിക്ക് മാത്രമേ പിന്നെ തുറക്കാവൂ. പിറ്റേന്ന് രാവിലെ 6-ന് ശരീരം സൂക്ഷിച്ചിരുന്ന ഗസ്റ്റ് ഹൗസ് ഡോക്ടർ ശാന്ത തുറന്നു. അവർ അത്ഭുതപ്പെട്ടുപോയി. അന്തരീക്ഷം സുഗന്ധപൂരിതം. മുറി മുഴുവനും ഭഗവത് സാമീപ്യത്തിന്റെ സുഗന്ധം നിറഞ്ഞു നിൽക്കുന്നു. കസ്തൂരിയുടെ മുഖം ജീവനുള്ളതുപോലെ. ഈ വിവരം സ്വാമിയെ അറിയിച്ചപ്പോൾ അവിടുന്ന് അരുളി, രാത്രി മുഴുവനും ഞാൻ അവിടെ ഉണ്ടായിരുന്നു. നിയന്ത്രണാതീതമായിരുന്നു ജനക്കൂട്ടം. ഉപകരണവാദ്യവും വേദജപവും ഭജനയും ഉണ്ടായിരുന്നു. ശവദാഹത്തിനു ശേഷം തിരിച്ചെത്തിയ സ്വാമി കാരുണ്യാനന്ദ കസ്തൂരിയുടെ മകൾ പത്മമ്മയോട് പറഞ്ഞു, അമ്മ, അദ്ദേഹം യഥാർത്ഥ യോഗിയായിരുന്നു. തീർച്ചയായും ബ്രഹ്മരന്ധ്രത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ ആത്മാവ് ശരീരം വിട്ടത്. അതുകാരണം ഞങ്ങൾ കപാലമോക്ഷം കണ്ടു. അത് കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി. കസ്തൂരി എന്ന നദി സ്വാമിയാകുന്ന സാഗരത്തിൽ വിലയം പ്രാപിച്ചു. അനായാസേന മരണം, വിനാ ദൈന്യേന ജീവിതം. അന്ത്യകാലേ തവ നാമസ്മരണ
ദേഹി മേ കൃപയാ സായി ത്വയി ഭക്തി മചഞ്ചലം. പ്രേമസായി എന്തിന്റെയോ ഒരു സൂചന. കസ്തൂരി അടുത്ത അവതാരത്തിന്റെ മാതൃസ്ഥാനം വഹിക്കുമോ? കസ്തൂരിയുടെ ഒരു അനുഭവത്തിന്റെ ചുവട് പിടിച്ച് പലരും അങ്ങനെ അനുമാനിക്കുന്നു. ആ അനുഭവം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ വായിക്കാം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ഞാനും എൻ്റെ ഒരു സുഹൃത്തും പ്രശാന്തി നിലയത്തിൽ സ്വാമിയുടെ മുറിയിൽ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവിടുന്ന് സുഹൃത്തിനോട് ചോദിച്ചു, അയാളുടെ മടിയിൽ തലവെച്ച് നിലത്ത് കിടക്കട്ടെ എന്ന്. അയാൾ അത് കേട്ട് അത്ഭുത സ്തബ്ധനായി. തുടർന്ന് വേറെയും അസംഭാവ്യമെന്ന് തോന്നിയേക്കാവുന്ന ചില ചോദ്യങ്ങൾ ബാബ ഞങ്ങളോട് ചോദിച്ചു. മുകളിലത്തെ നിലയിൽ നിന്ന് താഴേക്ക് ചാടാൻ പറഞ്ഞാൽ ചാടുമോ? സ്വാമി കൈ പിടിച്ചാൽ സമുദ്രത്തിന്റെ മുകളിലൂടെ പറക്കുമോ? കയ്യിൽ ഒരു കുന്ന് വെച്ച് തന്നാൽ അതും താങ്ങി നിൽക്കാനാകുമോ? ഈ ദുരൂഹമായ ചോദ്യങ്ങളെല്ലാം സംഭവിക്കാനിരിക്കുന്ന ഏതോ ദിവ്യലീലയുടെ മുന്നോടിയാണെന്ന് തോന്നി. എന്നാൽ ഒടുവിൽ ഉരുത്തിരിഞ്ഞത് അവിശ്വസനീയമായതായിരുന്നു. എൻ്റെ സുഹൃത്ത് പെട്ടെന്ന് എഴുന്നേറ്റ് ചുമര് ചാരി നിന്നു. അപ്പോൾ സ്വാമി എൻ്റെ നേരെ തിരിഞ്ഞു. ഞാൻ പറഞ്ഞു വളരെ സന്തോഷത്തോടെ. സ്വാമിയുടെ അപേക്ഷ വെറും തമാശയായിരുന്നില്ലെന്ന് ഞാൻ കണ്ടു. അതിനു പിന്നിൽ കാരുണ്യമുണ്ടായിരുന്നു. അപ്പോഴുണ്ടായ ആനന്ദപ്രഹർഷം തികച്ചും ഔപനിഷദികമായിരുന്നു. സുരഭിലമായ നിശബ്ദതയിൽ പ്രപഞ്ച ശിശുവിന്റെ താളാത്മകമായ ശ്വാസോച്ഛ്വാസങ്ങൾ അലകൾ ഉണർത്തി. ഞാൻ എൻ്റെ വ്യക്തിത്വം മാറ്റിവെച്ച് മാതൃഹൃദയം സ്വീകരിച്ചു. എൻ്റെ കൈകൾ കൊണ്ട് ആ ശിശുവിന്റെ പുറത്ത് മൃദുമായി തടവി ചുരുണ്ട മുടിയിഴകൾ തഴുകി. നാഴികമണി സ്പന്ദിച്ചുവെങ്കിലും സമയം നിശ്ചലമായി. ഭഗവാൻ ഉണർന്നെഴുന്നേറ്റപ്പോൾ ഞാൻ കാൽക്കൽ വീണ് മാപ്പ് അപേക്ഷിച്ചു. അവിടുന്ന് മാപ്പ് നൽകാൻ വിസമ്മതിച്ചു. നീ എന്തു തെറ്റ് ചെയ്തു? ബാബ ചോദിച്ചു. ഞങ്ങൾ ചെമ്പ്രോളി സന്ദർശിച്ചപ്പോഴായിരുന്നു മറ്റൊരു സംഭവം. ഒരു ദിവസം രാത്രി ഭക്ഷണ സമയത്ത് പിറ്റേന്ന് അതിരാവിലെ മദ്രാസിലേക്ക് പുറപ്പെടുമെന്ന് ബാബ പ്രസ്താവിച്ചു. ഭഗവാന്റെ മുഖം തുടുത്തിരുന്നു. സ്വാമിക്ക് യാത്ര പുറപ്പെടാൻ തിരക്കുള്ളതുപോലെ എനിക്ക് തോന്നി. ആരുടെയോ പനി സ്വാമി സ്വീകരിച്ചിരിക്കുന്നുവെന്നും ഗുരുതരമായ മറ്റേതോ രോഗം അടുത്തു തന്നെ ഏറ്റെടുക്കുമെന്നും ഞാൻ ഊഹിച്ചു. മദുരാശിയിലെ ഭക്തന്മാരുടെ ഗൃഹത്തിലേക്ക് യാത്ര തിരിച്ചത് അവർ അവതാരപുരുഷന്റെ അത്തരം ദിവ്യലീലകൾ പരിചയമുള്ളവരാണെന്നത് കൊണ്ടാണ്. ബാബ പിൻസീറ്റിലായിരുന്നു യാത്ര ചെയ്തത്. ഡ്രൈവർക്ക് പുറമെ മൂന്നാമനായി ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പിൻസീറ്റിൽ തന്നെയാണ് ഇരിക്കാനിടയായത്. ഏതാനും നാഴിക പിന്നിട്ടു കഴിഞ്ഞപ്പോൾ ബാബ അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ച് ഉള്ള സ്ഥലത്ത് കിടക്കാൻ ഭാവിച്ചു. ഞാൻ ഡ്രൈവറോട് വണ്ടി നിർത്താൻ പറഞ്ഞു, മുൻസീറ്റിൽ ഇരിക്കാൻ വേണ്ടി. വേണ്ട എന്ന് ബാബ പറഞ്ഞു. ഞങ്ങളുടെ പക്കൽ തലേണയില്ലായിരുന്നു. മുൻപ് ഞാൻ പറഞ്ഞ അനുകൂലമായ ഉത്തരം ഇപ്പോഴും നിലനിൽക്കുന്നത് എനിക്കൊരു താങ്ങായി. ഭഗവാന്റെ ശിരസ് തലോടിക്കൊണ്ട് ഞാൻ മദ്രാസ് നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ പുലരി പൊട്ടി വിരിയുന്നതുവരെ ഒരേ ഇരിപ്പ് ഇരുന്നു. മാതൃഹൃദയം സ്വീകരിച്ചു, പ്രപഞ്ച ശിശു എന്നൊക്കെയുള്ള വിശേഷണം ചിന്തനീയം. ഓം തത്സത്ത്.